ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നല്ല തണവും മടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടി. അപ്പോൾ എളുപ്പത്തിൽ ഇന്ന് എന്താ ലഞ്ച് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഫ്രീസറിൽ ചിക്കൻ കൊണ്ടുവന്നത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അതിലത്തെ ഈ ഫാറ്റ്, ലിവർ, പിന്നെ ഹാർട്ട് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇവിടെ നായയുണ്ട്, അപ്പോൾ അതിന് വേവിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള പീസസൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഈ ഇറച്ചി മാത്രമായിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മുടെ പൂച്ചക്കുട്ടിന് വേണ്ടിയിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിക്കുള്ള പണിയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനത് കറിയിലേക്ക് ആവശ്യമുള്ള സവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കുകയാണ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനിത് കറി വയ്ക്കാനുള്ള പാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള ഞാൻ ഒരു ചിക്കനിലേക്ക് ഒരു 2 വലിയ സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വഴന്നു വരുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഈ ഉപ്പേരിക്ക് കുത്താൻ വേണ്ടിയിട്ടും കറി താളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വറ്റൽ മുളക് മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കാറുണ്ടല്ലോ. പക്ഷേ മഴക്കാലമൊക്കെ ആയി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൂപ്പൽ വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കാറ്. ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരും ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ ആയിട്ടായിരിക്കും ഇത് പ്രിസർവ് ചെയ്ത് വെക്കാറ്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ എയർ ഫ്രയറിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അതിൽ സാധാരണ അത് 30 ഡിഗ്രിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അതൊരു 60 ഡിഗ്രി ഇട്ടിട്ട് ഒരു 45 മിനിറ്റ്സ് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 ദിവസമൊക്കെ വെയിൽ കൊള്ളിച്ച് എടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ പൂപ്പലൊന്നും വരില്ല. ഇനിയിപ്പോൾ ഡീഹൈഡ്രേഷൻ മോഡ് ഇല്ലാത്ത എയർ ഫ്രയർ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടെമ്പറേച്ചറിൽ ഈ ടൈം സെറ്റിങ്സിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോഴേക്കിത് നമ്മുടെ സവോള വഴന്ന് വന്നിട്ടുണ്ട്, നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ ഞാനിതേ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയൊരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഒരു കുഴമ്പ് പരുവം വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഞാൻ ഒപ്പം തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഈ വഴറ്റുന്ന പ്രോസസ്സിലാണ്. നമ്മൾ എത്രത്തോളം വഴറ്റിയെടുക്കുന്നോ അത്രയും നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നതല്ല, അതാണ് സത്യം. അപ്പോൾ ദേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ്. ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്, കാരണം ഇത് വേടിച്ച ഗരം മസാല ആയതുകൊണ്ട് ഇതിന് കുറച്ച് ഫ്ലേവർ കുറവാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ആ ചിക്കൻ്റെ പാത്രം അപ്പുറത്ത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പാൻ വെച്ചു. അപ്പോഴേക്കും എനിക്ക് തോന്നി ഇതിലേക്കൊരു പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാനിത് അതിലേക്കൊരു വലിയ പൊട്ടറ്റോൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കുകയാണ്. വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ അത് പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ നല്ലൊരു ഫ്ലേവർ വരാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു 1-1.5 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള കളർ മാറാതെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. അരി ഞാൻ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ടുള്ള അരിയാണ്. അരി എന്നിട്ട് ഞാൻ ഈ ഒരു നെയ്യിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു കപ്പിന് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അരി സോക്ക് ചെയ്യാത്തതുകൊണ്ടാണ് 2 കപ്പ് ചേർക്കുന്നത്. നിങ്ങൾ സോക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമൊക്കെ മതിയാവും. 1.5-1.25 കപ്പൊക്കെ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ സാദാ വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. എനിക്കിതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കട്ട പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ച് അതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനിത് ചിക്കൻ കറി റെഡിയായോ എന്ന് നോക്കുകയാണ്. ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ആദ്യം തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ആവുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ അത് രണ്ടും ഒന്ന് അവിടെ കിടന്ന് ആയി വരുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് കിച്ചണിൽ നിന്ന് ചെറിയ ഇതായിട്ട് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് സിങ്കിൽ 1-2 പാത്രങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്ന് കഴുകിയെടുക്കുക. പിന്നെ ഇനി കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് സിങ്കും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. പിന്നല്ലേ നമ്മുടെ ഒക്കെ കിച്ചണിൽ ഒരു കിച്ചൺ ടവൽ ഉണ്ടാവും. നമ്മൾ പാത്രം തുടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ലാതെ എല്ലാ സ്പില്ലേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ഇടാറുണ്ടല്ലോ. നമ്മുടെ കൈ തുടയ്ക്കാനും എന്തെങ്കിലും തട്ടിപ്പോയാൽ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഒരു തുണി എല്ലാ കിച്ചണിലും ഉണ്ടാവും. അപ്പോൾ സാധാരണ ഇത് നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു മണം, അതുപോലെ തന്നെ ഭയങ്കര ഗ്രീസിയായി മാറും. അപ്പോൾ അതിനെ പറ്റിയൊരു ടിപ്പാണ്. അപ്പോൾ ഞാനിതേ ഒരു ബൗളിൽ, മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളൊരു ബൗളാണ്, അതിലേക്ക് ഒരു 2-3 പമ്പ് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ടവൽ ഇതിലേക്ക് മുക്കി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിത് 2 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിലും ഇനി ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സോസ് പാനിൽ ഇതുപോലെ ലിക്വിഡും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ ഈ കിച്ചൺ ടവൽ മുക്കി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ചോറൊന്നും സ്റ്റിക്കി അല്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റൗവും ഓഫ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ ടവലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അത് ഓവനിൽ നിന്നൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ തൊടാൻ പറ്റുന്ന ഒരു പാകത്തിലുള്ള ചൂടാവാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് കൈ കൊണ്ട് തൊടാൻ പാകമാവുന്ന സമയത്ത് നമുക്കതൊന്ന് നന്നായി ഊരിയെടുക്കാം. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ചൂടുവെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അതിൽ ഈ ഗ്രീസി ആയിട്ടുള്ള നമ്മൾ ഓയിലിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ, അപ്പോൾ അതൊക്കെ പോവാൻ നല്ലതാണ്. അതേപോലെ തന്നെ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. ഇത് നമ്മുടെ കിച്ചൺ ടവൽ മാത്രമല്ല കേട്ടോ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറും നമ്മൾ ശരിക്ക് അതിലത്തെ വെള്ളം ഡ്രെയിനായി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്രബ്ബറും ഇതുപോലെ ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ടവൽ നല്ല ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ ഇത് രാത്രിയത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യാറ്. എന്നിട്ട് പിന്നെ കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും ഇത് നല്ല ഡ്രൈ ആയിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു സാലഡും കൂടി തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്: നെയ്ച്ചോറ്, സാലഡ്, നാരങ്ങ അച്ചാറും, ചിക്കൻ കറി, പപ്പടം. അടിപൊളിയല്ലേ?
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നും വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.